ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു, മാർച്ചായിരുന്നു എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ ഗവർണർ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഗവർണർ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയാണോ നേരെ വരുന്നത്? ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? അല്പസമയം മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കൂടാതെ ഗവർണർ എയർപോർട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയിലും വഴിയോരങ്ങളിലും ആ രീതിയിലുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ളത്. എയർപോർട്ടിലും എയർപോർട്ടിന്റെ പരിസര പ്രദേശങ്ങളിലും മാത്രമല്ല, എയർപോർട്ട് മുതൽ യൂണിവേഴ്സിറ്റി എത്തുന്നത് വരെ വലിയ പോലീസ് സന്നാഹമാണ് വഴിയരികിലൊക്കെ ഗവർണറുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ സനാതന പീഠം ചെയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാളെ അദ്ദേഹം പങ്കെടുക്കുന്ന സെമിനാർ, സദാനന്ദ പീഠം സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചെയർ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുള്ള ചിദാനന്ദപുരി എന്ന് പറയുന്ന സ്വാമി, അവരുടെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം മാധ്യമങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം പുറത്തിറങ്ങി വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കാറിൽ കയറി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. ഇപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള യാത്രയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ എത്തും. തുടർന്ന് അവിടെ ഗസ്റ്റ് ഹൌസിലായിരിക്കും സ്റ്റേ. നേരത്തെ തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നും യൂണിവേഴ്സിറ്റികളിലൊന്നും തന്നെ കാലുകുത്തിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതേ തുടർന്ന് തന്നെ ഗവർണർ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കും. നേരത്തെ കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൌസിലായിരുന്നു അദ്ദേഹം താമസിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചത്. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഇപ്പോൾ എസ് എഫ് ഐ സർക്കാർ പോര് ആയി മാറിയിട്ടുണ്ട്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ നടക്കുന്നത്. അമൃത. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.